ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 7 വയസ്സായ കുട്ടിക്കൊരു നെറ്റിൻ്റെ ഫ്രോക്കാണ്, നമ്മൾ പാർട്ടി വെയർ നെറ്റ് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്ലെയിൻ നെറ്റിൻ്റെ 5 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് ഗ്ലിറ്റർ നെറ്റാണ്, 2 മീറ്ററാണ്. സെയിം കളർ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഗ്ലിറ്റർ നെറ്റാണ് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു 4 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതുപോലെ പോളി കോട്ടൻ്റെ മെറ്റീരിയൽ 1 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റഫായിട്ടൊരു സ്കെച്ച് വരച്ചെടുക്കാം. നമുക്ക് കസ്റ്റമർ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, എങ്ങനത്തെ സ്ലീവാണ്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് റഫായിട്ട് വരച്ചെടുക്കാം. അതുപോലെ ഫ്രോക്കിന് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് മെറ്റീരിയൽസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഷോൾഡർ ആം ഹോളും 5.5 ഇഞ്ചസാണ്. ഞാൻ മെഷർമെൻറ്റ് എല്ലാം താഴെ കൊടുത്തേക്കാം. 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് വരുന്നത് 7 ഇഞ്ചസാണ്, പ്ലസ് 1 ഇഞ്ചസ്, പിന്നെ 1 ഇഞ്ചസ്, 2 ഇഞ്ചസ് അങ്ങനെ അലവൻസ് കൊടുക്കണം. നമുക്ക് സിബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ബാക്ക് പാർട്ടിന് മാത്രം അങ്ങനെ അലവൻസ് കൊടുത്താൽ മതി, ഫ്രണ്ടിന് അലവൻസ് കൊടുക്കണ്ട കേട്ടോ. 1 ഇഞ്ചസ് മാത്രം അലവൻസ് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിനി വേസ്റ്റിൻ്റെ പോർഷനിൽ 7.5 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ ഫിനിഷ് ചെയ്യണം. ആം ഹോൾ കർവ് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെറ്റ് ഫ്രോക്ക് ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് സാറ്റിനോ അല്ലെങ്കിൽ പോളിക്കോട്ടനോ കൊടുക്കാം. ഞാനിവിടെ പോളിക്കോട്ടൺ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നത് 3.5ഉം ബാക്ക് നെക്ക് 2 ഇഞ്ചസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം റൗണ്ട് നെക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് നെക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ 3 ഇഞ്ചസ്, ഫ്രണ്ട് നെക്കിന് 3 ഇഞ്ചസ് കൊടുത്താലും മതി. ഇനി നമുക്ക് ഗ്ലിറ്റർ നെറ്റ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ അംബർല കട്ടാണ് ഗ്ലിറ്റർ നെറ്റിന് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ അംബർല കട്ടാണ് കേട്ടോ, ഏറ്റവും മുകളിൽ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കോണായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയിടാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്ക് പാർട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ 10 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ സ്ഥലത്തും 10 ഇഞ്ചസ് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 9.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്തത്. അലവൻസും കൂടി കൂട്ടിയിട്ട് 9.5 ഇഞ്ചസ് ഇതുപോലെ കർവ് ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. 28 ഇഞ്ചസാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പം നമുക്ക് ഓരോ പോർഷനിലും ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് 28 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ഇതുപോലെ ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ട് അഗെയിൻ ഒന്നും കൂടി ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 17 ഇഞ്ചസാണ്. ഫുൾ സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത്. കിഡ്സ് ഫ്രോക്കിന് ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത്. ഇനി സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ചസ് ക്യാപ് സ്ലീവും കൂടി മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോർമലി സ്ലീവ് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ബോട്ടം റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചസാണ്. നമുക്ക് അലവൻസോട് കൂട്ടിയിട്ട് 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം. സ്കർട്ടിൻ്റെ പോർഷനിൽ നമ്മൾ ഫസ്റ്റ് ലെയർ അംബർല സ്കർട്ട് കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിനായിട്ട് ഫ്രിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയിൻ നെറ്റാണ് എടുത്തിരിക്കുന്നത്. 4 മീറ്ററാണ് നമ്മൾ പ്ലെയിൻ നെറ്റിനായിട്ട് എടുത്തത്. 1 മീറ്റർ നമ്മൾ സ്ലീവിലും അതുപോലെ യോക്ക് പാർട്ടിലും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 3 മീറ്റർ നമുക്ക് 28 ഇഞ്ചസ് ലെങ്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബലൂൺ സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നെറ്റ് ഇതുപോലെ നമുക്ക് 4ആയിട്ടൊന്ന് ഫോൾഡ് ആക്കാം. ഇപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തു, സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെറ്റിൻ്റെ ഫാബ്രിക് 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ബലൂൺ സ്ലീവിന് എത്രത്തോളം ഫ്ലെയർ വേണോ അതനുസരിച്ച് നമുക്ക് വിട്ട് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന പോർഷനില്ല, ആ ഒരു പോർഷനിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ബാക്കി വരുന്ന ഈ ഒരു പോർഷനില്ല, അത് നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. സെൻറ്റർ പോർഷനിൽ നെറ്റിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം, മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നെറ്റിൻ്റെ ഫാബ്രിക് 28 ഇഞ്ച് ലെങ്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 3 മീറ്റർ. അത് നമുക്ക് ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയൽ നമുക്ക് ഇതുപോലെ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി യോക്ക് പാർട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈനിങ് മെറ്റീരിയലിൽ നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് ഫുൾ 4 വശത്ത് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. എല്ലാ സൈഡിലും സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ഇട്ടെടുക്കാം. സീം അലവൻസ് ഒന്നും പുറത്ത് വരാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ സിബ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു വശവും ഇതുപോലെ ക്ലോസ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ 2 സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രേപ്പിൻ്റെ ലൈനിങ് എടുക്കാം. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഈ ക്രേപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ പീസിൻ്റെ മുകളിൽ ഇതുപോലെ ലൈനിങ് പീസ് വെച്ചിട്ട് ഫുള്ളായിട്ടും കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന സിബ് അറ്റാച്ചിങ് ആണ്. സിബ് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് സിബ് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ, കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സിബ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആം ഹോളും നെക്കും ഫിനിഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ടിങ്സ് ഇട്ട് മറിച്ചിടുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടും. അതുപോലെ സൈഡ് പോർഷനും നമുക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ നെറ്റിൻ്റെ പോർഷൻ എടുക്കാം. അത് നമുക്ക് ഗ്യാദേഴ്സ് ഇടാനുണ്ട്. നമ്മൾ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്യാദേഴ്സ് ഇടാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ 5-ലാക്കിയിട്ട് അതുപോലെ നമ്മുടെ ഈ ഒരു ടെൻഷൻ നല്ല ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്യാദേഴ്സ് ഇട്ട് വരും. അപ്പോൾ നമുക്ക് 2 സ്ലീവ് ഇതുപോലെ ഫ്രിൽസ് ചെയ്തെടുക്കാം. ബോട്ടം പോർഷനിലും അതുപോലെ ആം ഹോളിൻ്റെ പോർഷനിലും നമ്മൾ ഇതുപോലെ ഫ്രിൽസ് ചെയ്തെടുക്കണം. അപ്പോൾ 2 സ്ലീവിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെറ്റിൻ്റെ സ്ലീവ് ലൈനിങ് സ്ലീവിലോട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ പോർഷനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോട്ടം പോർഷനിൽ നമുക്ക് ചെറുതായിട്ടൊരു പ്ലാക്കറ്റ് 2 ഇഞ്ചിൻ്റെ ഫാബ്രിക് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ വേസ്റ്റിൻ്റെ പോർഷനിൽ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ നോർമലി വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേൾ ബീഡ് വേണം. അപ്പോൾ ഞാൻ വൈറ്റിൻ്റെ കുഞ്ഞ് പേൾ ബീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് അതിന് കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ളൊരു പേൾ ബീഡാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ഫ്രണ്ട് നെക്കിലും ബെൽറ്റിലും ഞാനിവിടെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ബീഡ്സും അതുപോലെ പേൾ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ ഫാബ്രിക്കിൽ ഫ്ലവറും കൂടി ഉണ്ടാക്കിയിട്ട് സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.